പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. കർത്താവിൽ പ്രിയ ദൈവജനമേ, ഈ ദിവസങ്ങളിൽ ഈ ലോകത്തിൽ നടക്കുന്ന വിവിധമായ സംഭവങ്ങൾ നമ്മളെ അതിഭയങ്കരമായി ഒരു ഭീതിയിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. ബിസിനസ് ചെയ്യുന്നവരാകട്ടെ, ജോലി ചെയ്യുന്നവരാകട്ടെ, സ്തോത്രം, ഈ ദിവസങ്ങളിൽ വളരെ എല്ലാം നഷ്ടപ്പെട്ട്, സ്തോത്രം, ഭാവിയെക്കുറിച്ച് ഓർത്ത് കരഞ്ഞ്, സ്തോത്രം, ഹൃദയത്തിൽ വളരെ വേദനയോടും പ്രയാസത്തോടും ഞെരുങ്ങിക്കൊണ്ടിരിക്കുന്ന അനേകരെ നമുക്ക് കാണാൻ കഴിയും. സ്തോത്രം. എന്നാൽ വിളിച്ച ദൈവം വിശ്വസ്തൻ. നമുക്ക് വേദപുസ്തകത്തിൽ ഒരു വ്യക്തിയെ നമുക്ക് കാണാൻ കഴിയും. അബ്രഹാം. സാറ, ഞാൻ വളരെ ചുരുക്കി പറയുകയാണ്. സ്തോത്രം. അബ്രഹാമിൻ്റെ വീട്ടുവേലക്കാരി ആഹാർ, അവൾക്കൊരു കുഞ്ഞ് ലഭിച്ചപ്പോൾ യജമാനത്തെ അവൾ നിന്ദിക്കുകയാണ്. അവസാനം തുരുത്തിയിൽ കുറച്ച് വെള്ളവും കുറച്ച് അടയും കൊടുത്ത്, അല്ലെങ്കിൽ അപ്പവും കൊടുത്ത് വീട്ടിൽ നിന്ന് പുറത്തിറക്കി വിടുകയാണ്. മരുഭൂമിയിൽ അവർ യാത്ര ചെയ്ത് കയ്യിലിരുന്ന് എല്ലാം തീർന്നു. വെള്ളം തീർന്നു, അപ്പം തീർന്നു, എല്ലാം തീർന്നു. അവസാനം, സ്തോത്രം, കയ്യിലൊന്നുമില്ല. നടന്ന് വളരെ മരുഭൂമിയിൽ നടന്ന് വലഞ്ഞു. ദാഹം, വിശപ്പ്, ക്ഷീണം, ഇനി ഒരടി പോലും മുമ്പോട്ട് നടക്കാൻ പറ്റാത്ത അവസ്ഥ. ആ സാഹചര്യത്തിൽ ആ കുഞ്ഞ് വെള്ളം എന്ന് കരയുകയാണ്. ഈ കുഞ്ഞിനെ പ്രസവിച്ചെടുത്ത അമ്മയ്ക്ക്, സ്തോത്രം, ആ കുഞ്ഞിൻ്റെ കരച്ചിൽ കാണാൻ കഴിയുന്നില്ല. മരുഭൂമിയിൽ വെള്ളം ഒരിടത്തുമില്ല, രക്ഷിപ്പാൻ ആരുമില്ല, ആശ്രയിപ്പാൻ ആരുമില്ല. സ്തോത്രം, ആരോട് ചോദിക്കാനാ? സ്തോത്രം. അങ്ങനെ എല്ലാ വഴികളും അടഞ്ഞ്, സ്തോത്രം, അവളുടെ ഹൃദയത്തിൽ വിമ്മിമറയുന്ന ചോദ്യങ്ങൾക്കൊരു ഉത്തരം പോലും ലഭിക്കാതിരിക്കുമ്പോൾ, സ്തോത്രം, കുഞ്ഞ് മരിക്കുമെന്നുള്ളത് ഉറപ്പായി. അവസാനം കുഞ്ഞിനെ ഒരു മുൾച്ചെടിയുടെ നിഴലിൽ കൊണ്ടുവന്ന് കുഞ്ഞിനെ കിടത്തിയിട്ട് കുറച്ച് ദൂരെ മാറിയിരുന്ന് അമ്മ നെഞ്ചത്ത് തല്ലി കരയുകയാണ്. യോ, എൻ്റെ കുഞ്ഞ് മരിക്കാൻ പോകുകയാ, ഞങ്ങളെ രക്ഷിപ്പാൻ ആരുമില്ല, സ്തോത്രം, ഞങ്ങളെ സഹായിപ്പാൻ ആരുമില്ല. അവർ നിലവിളിച്ചു, കണ്ണുകൾ അടച്ചു. സ്തോത്രം. അവളെ സ്വർഗത്തിലേക്ക് അവരുടെ കണ്ണുകൾ നോക്കി കരയുക. എന്നാൽ ഒരു വാഗ്ദത്ത സന്തതിയല്ല, എങ്കിലും സ്വർഗത്തിലെ ദൈവമാണല്ലോ അവർക്കും ജന്മം നൽകിയത്. അവരെ സൃഷ്ടിച്ചത് ദൈവമാണല്ലോ. ആ കുഞ്ഞിന് ജന്മം നൽകിയത് ദൈവമാണല്ലോ. അബ്രഹാമും ആഹാരം പുറത്തിറക്കി വിട്ടെങ്കിലും, സ്തോത്രം, ദൈവം അവരോട് കരുണ തോന്നി. സ്തോത്രം. അവർക്ക് വേണ്ടി ദൈവം മനസ്സലിഞ്ഞു. കരഞ്ഞ കുഞ്ഞിന് വേണ്ടിയും കരഞ്ഞ അമ്മയ്ക്ക് വേണ്ടിയും, സ്തോത്രം, ദൈവം മനസ്സലിഞ്ഞു. നാം ആരാധിക്കുന്ന ദൈവം, നാം സേവിക്കുന്ന ദൈവം, നമ്മെ സൃഷ്ടിച്ച ദൈവം മനസ്സലിവുള്ള ദൈവമാണ്. അവസാനം സ്വർഗത്തിലെ ദൈവം തൻ്റെ ദൂതന്മാരെ അയച്ചു. സ്തോത്രം പറയട്ടെ, കുഞ്ഞ് കരഞ്ഞ സ്ഥലത്ത് തന്നെ ഒരു ഉറവ തുറന്നു. സ്തോത്രം. കുഞ്ഞിൻ്റെ ദാഹം തീർന്നു, അമ്മയുടെ ദാഹം തീർന്നു. ആ ഉറവ ഇന്നുവരെയും പറ്റിയില്ല. ലോകമെമ്പാടുമുള്ള അനേകരിന്ന് ആ വെള്ളം കുടിക്കുകയാണ്. പ്രിയ ദൈവജനമേ, എന്നെ കേൾക്കുന്നവരെ, എല്ലാ വഴികളും അടഞ്ഞു. ഇനി ഒരടി ഒരു സ്റ്റെപ്പ് പോലും മുമ്പോട്ട് വയ്ക്കാൻ നിവൃത്തിയില്ല എന്ന്. സ്തോത്രം. ഈ ദിവസങ്ങളിൽ കരഞ്ഞ കണ്ണുനീരിൻ്റെ താഴ്വിൽ കൂടി യാത്ര ചെയ്യുകയാണോ? ഇതാ ദൈവം നിങ്ങൾക്ക്, സ്തോത്രം, വഴി അടഞ്ഞ സ്ഥാനത്ത് ദൈവം ഒരു വഴി തുറക്കുകയാണ്. ഒരു പുതിയ, സ്തോത്രം, വഴി ദൈവം തുറക്കാൻ പോകുക. വിശ്വസിക്കുക. നിങ്ങളുടെ, സ്തോത്രം, കണ്ണുനീര് ദൈവം ആനന്ദ കണ്ണീരായി ദൈവം മാറ്റാൻ പോകുക. ആ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നിങ്ങളെ ഏൽപ്പിക്കുക. സ്തോത്രം. ദൈവം നിങ്ങളെ ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ ആശ്വസിപ്പിക്കട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഗാഡ് ബ്ലസ് യു.